ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണുജി രഞ്ജിത്ത്. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പദ്ധതികൾ യോജനയെ കുറിച്ചിട്ടുള്ള സീരീസ് ആണ്. കോഡിലൂടെ കണക്ട് ചെയ്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ക്ലാസ്സിലും 2020 നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട എല്ലാ സ്കീമുകളും രസകരമായിട്ടുള്ള കോഡിലൂടെ കണക്ട് ചെയ്ത് പഠിച്ചാലോ. 2020 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, 2020 മാർച്ച് 25-നാണ് നമ്മുടെ രാജ്യത്തിലെ ആദ്യത്തെ ലോക്ക്ഡൌൺ വരുന്നത്. അപ്പൊ 2020 കാലഘട്ടത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് കോവിഡ് കാലഘട്ടമാണ് ഓർമ്മ വരുന്നത് അല്ലേ. അപ്പൊ ആ ഓർമ്മയിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കേണ്ട എല്ലാ കാര്യവും കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നിർവിക് സ്കീം വരുന്നത് 2020 ഫെബ്രുവരിയിലാണ്. അതായത് നമ്മുടെ രാജ്യത്ത് ലോക്ക്ഡൌൺ ആരംഭിക്കുന്നതിനും ഒരു മാസം മുന്നേ. അപ്പോ സ്വാഭാവികമായിട്ടും കോവിഡ് പരക്കുന്ന സമയമാണ്. എല്ലാവരും നിർവികാരാതീതമായി പേടിച്ചിരിക്കുന്ന സമയം. മാർച്ചിൽ ലോക്ക്ഡൌൺ വരുന്നു, അതിനും ഒരു മാസം മുന്നേ. അപ്പൊ ആ രീതിയിൽ കണക്ട് ചെയ്യാം. നിർവിക് 2020 ഫെബ്രുവരിയിലാണ് വന്നിട്ടുള്ളത്. എങ്കിൽ ലോക്ക്ഡൌൺ ആരംഭിക്കുന്നത് 2020 മാർച്ച് 25-നാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് വന്ന സ്കീമാണ് PM ഗരീബ് കല്യാണ അന്ന യോജന 2020 മാർച്ച് 26. ഇത്രയും ഓർത്താൽ മതി. PM പറയുകയാണ്, ആരും പേടിക്കണ്ട, കല്യാണത്തിന് എല്ലാവർക്കും പന്തിയിൽ അന്നം തരുന്നത് പോലെ ഞാൻ അന്നം തരും പാവപ്പെട്ടവർക്കും അന്യ സംസ്ഥാന തൊഴിലാളികൾക്കും. അവര് വേറൊരു നാട്ടിൽ വന്ന് പെട്ടുപോകില്ലേ, അപ്പൊ അവർക്ക് പെട്ടെന്ന് ജോലി ഇല്ലാതാകുമ്പോൾ ഫുഡ് കൊടുക്കണ്ടേ. അപ്പൊ PM പറയാണ്, ലോക്ക്ഡൌൺ തുടങ്ങി അടുത്ത ദിവസം ആരും പേടിക്കണ്ട, കല്യാണത്തിന് അന്നം നൽകുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് അന്നം നൽകും പാവപ്പെട്ടവർക്കും അന്യ സംസ്ഥാന തൊഴിലാളികൾക്കും. 2020 മാർച്ച് 26-ലാണ് PM ഗരീബ് കല്യാൺ യോജന ലോഞ്ച് ചെയ്തത്. എങ്കിൽ സ്വമിത്വ സ്കീം വരുന്നത് 2020 ഏപ്രിൽ 24-ലാണ്. അതായത് ലോക്ക്ഡൌൺ ആരംഭിച്ച് ഒരു മാസം കഴിഞ്ഞിട്ട് 2020 മാർച്ച് 25-ന് ലോക്ക്ഡൌൺ ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത മാസം ഓൾമോസ്റ്റ് 2020 ഏപ്രിൽ 24, 25 ആകുമ്പോഴായിരിക്കും കൃത്യം ഒരു മാസം ആവുന്നല്ലേ. അപ്പൊ PM പറഞ്ഞു, എല്ലാവരും സൗമ്യത പാലിക്കണം. പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലും പഞ്ചായത്തിലൊക്കെ ഉള്ളവര് സൗമ്യത പാലിച്ച് വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കണം, പുറത്തിറങ്ങരുത്. നിങ്ങളെ നിരീക്ഷിക്കാനായി ഞാൻ ഡ്രോൺ അയക്കുന്നുണ്ട്. അപ്പൊ ആ കാലത്ത് ആ ഡ്രോൺ പറക്കുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അത് കണക്ട് ചെയ്യാം. അതാണ് സ്വമിത്വ യോജന. സൗമ്യത എന്നാൽ സ്വമിത്വ എന്ന് പഠിച്ചോളൂ. 2020 ഏപ്രിൽ 24-ലാണ് വരുന്നത്. എങ്കിൽ PM സ്വനിധി യോജന എന്ത് എന്നാൽ 2020 ജൂൺ 1-ന് ആരംഭിച്ച പദ്ധതിയാണ്. കോവിഡ് കാലം, ലോക്ക്ഡൌൺ വരുന്ന ആ വർഷം 2020-ആണ്. അപ്പൊ അതിന്റെ പകുതി ആയപ്പോഴത്തേക്കും PM സ്വന്തം നിധിയിൽ നിന്നും കാശെടുത്ത് തെരുവ് കച്ചവടക്കാർക്ക് നൽകി. അല്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അവർക്ക് ഓൺലൈനിലൂടെ വന്നിട്ട് ബിസിനസ് ഒന്നും നടത്താനായിട്ട് പറ്റില്ല. അവര് തെരുവിലാണ് ജോലി ചെയ്യുന്നല്ലേ. അപ്പൊ വന്നിട്ട് ലോക്ക്ഡൌൺ വന്നപ്പോഴത്തേക്ക് അവരാണ് പെട്ടത്. അപ്പൊ 2020 ജൂൺ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6-ാം മാസമല്ലേ. അതാണ് ജൂൺ 1-ാം തീയതി PM സ്വന്തം നിധി എടുത്ത് തെരുവ് കച്ചവടക്കാർക്ക് നൽകി എന്നോർത്തോളൂ. അല്ല എന്നുണ്ടെങ്കിൽ തെരുവിൽ കച്ചവടം ചെയ്യുന്ന ഒന്നാം തരം ഒരു കച്ചവടക്കാരനാണ് ജോണ്. അതാണ് ജൂൺ 1. അങ്ങനെയും കണക്ട് ചെയ്തോളൂ. അപ്പൊ PM അദ്ദേഹത്തിന് സ്വന്തം നിധിയിൽ നിന്നും ലോണ് നൽകി എന്ന് കണക്ട് ചെയ്യാം. എങ്കിൽ 2020 കോവിഡ് കാലഘട്ടത്തില് ലോക്ക്ഡൌണിന് ശേഷം നിങ്ങൾക്കറിയാം, ധാരാളം ആത്മാക്കൾ ഇതേ തുടർന്ന് നമ്മുടെ രാജ്യത്തിൽ നിന്നും പൊലിഞ്ഞു പോയല്ലേ. അപ്പൊ ആ വർഷം ആ ആത്മാക്കളെ സാക്ഷി നിർത്തി അതേപോലത്തെ പേരിൽ ഒരു സ്കീം വന്നു എന്നോർത്തോളൂ. അതാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ. ആ ആത്മാക്കളെ സാക്ഷി നിർത്തി സ്വയം പര്യാപ്തമാവും എന്ന് രാജ്യത്തുള്ള എല്ലാവരും പ്രതിജ്ഞ ചെയ്തു. 2020 ആദ്യത്തെ ലോക്ക്ഡൌൺ വന്ന അതേ വർഷം എന്ന് കണക്ട് ചെയ്താൽ മതി. ആത്മനിർഭർ ഭാരത് അഭിയാൻ വരുന്നത് 2020 മെയ് 12-ലാണ്. മെയ് 1, 2 ആ രീതിയിൽ കണക്ട് ചെയ്യണം. മെയ് 1 തൊഴിലാളി ദിനമാണ്. അപ്പൊ ആ തൊഴിലാളി ദിനത്തിന് 1-ന്റെ കൂടെ ഒരു 2-ഉം കൂടെ ചേർത്തിട്ട് അന്ന് രാജ്യത്തുള്ള എല്ലാവരും മെയ്യും മുറുക്കി അല്ലെങ്കിൽ കയ്യും മുറുക്കി ഒരേ മെയ്യോടുകൂടി ഇറങ്ങിത്തിരിച്ചു സ്വയം പര്യാപ്തമാവാൻ എന്ന് ഓർത്താൽ മതി. ആത്മനിർഭർ എന്നതിന്റെ അർത്ഥം സ്വയം പര്യാപ്തമാവുക എല്ലാ മേഖലയിലും. അതാണ്. എങ്കിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജനയും വരുന്നത് 2020 ഒക്ടോബർ 1-നാണ്, 10-ാം മാസം. ആത്മനിർഭർ ഭാരത് അഭിയാൻ വരുന്നത് 5-ാം മാസം. 5-ന്റെ ഇരട്ടിയാണ് 10. അപ്പൊ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ അണ്ടറിൽ തന്നെയുള്ള ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന വരുന്നത് 2020 10-ാം മാസം ഒക്ടോബർ 1-ാം തീയതിയാണ്. ഇത് എന്ത് എന്നാൽ സ്വയം പര്യാപ്തമായി എല്ലാവർക്കും തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി വരുന്നതാണ്. എല്ലാവർക്കും തൊഴിൽ നൽകുമ്പോൾ ചോറ് ലഭിക്കുമല്ലേ, ആ ചോറ് എന്നാൽ റോസ്ഗാർ, അങ്ങനെ വെച്ചിട്ട് കണക്ട് ചെയ്താൽ മതി. എങ്കിൽ 2020 മറ്റൊരു പ്രത്യേകത നിങ്ങൾക്കറിയാം, സ്കൂളെല്ലാം അടച്ചിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഓൺലൈൻ വിദ്യാഭ്യാസം ധാരാളമായി വന്നത് 2020-ലാണ്. അപ്പൊ അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യേണ്ടതുണ്ട്. പ്രധാനമന്ത്രി ഈ വിദ്യ ആരംഭിക്കുന്നതും 2020
20 2020 മെയ് 17 ആരംഭിച്ചത് എന്ന് ഓർത്തോളൂ. സാധാരണ സ്കൂളൊക്കെ തുറക്കുന്നത് ജൂൺ 1 അല്ലേ. അപ്പൊ അതിനും ഒരു 10-13 ദിവസം മുന്നേ തന്നെ ഇലക്ട്രോണിക് വിദ്യയിലൂടെ പിള്ളേർക്ക് വിദ്യാഭ്യാസം നൽകി. അല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഓർക്കാം, ആത്മനിർഭർ ഭാരത് അഭിയാന്റെ അണ്ടറിലാണ് പ്രധാനമന്ത്രി ഈ വിദ്യ ഓൺലൈൻ ക്ലാസ്സുകൾ വരുന്നത്. ആത്മനിർഭർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്വയം പര്യാപ്തമായി മാറുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ അണ്ടറിൽ ഇലക്ട്രോണിക് ഡിവൈസ് വഴി പഠിച്ച് സ്വയം പര്യാപ്തമാവൂ എന്ന് പറഞ്ഞ് ആത്മനിർഭർ ഭാരത് വന്ന് 5 ദിവസം കഴിഞ്ഞ്, ആത്മനിർഭർ ഭാരത് വരുന്നത് 2020 മെയ് 12, മെയ് 1, 2 എന്ന് ഓർക്കാനാണ് ഞാൻ പറഞ്ഞത്. അതും കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞ് മെയ് 17 പ്രധാനമന്ത്രി ഈ വിദ്യ വന്നു എന്നും ഓർത്തോളൂ. എങ്കിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന വരുന്നത് 2020 സെപ്റ്റംബർ 10 അത് നമുക്ക് ഈ രീതിയിൽ കണക്ട് ചെയ്യാം. കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാവരെയും ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് വഴി ഫിഷിംഗ് ചാനലും പിന്നെ പിടിച്ചോണ്ട് പോകുന്ന ഈ മീനിനെയൊക്കെ കറി വെച്ച് തിന്നുന്നതൊക്കെ കാണുന്നതാണല്ലേ. അപ്പൊ ഇത് കണ്ട പ്രധാനമന്ത്രി ഈ ഫിഷിങ്ങിന് നല്ല സ്കോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് മത്സ്യസമ്പത്ത് വളരാനായിട്ട് അതിലേക്ക് ഫണ്ട് ചെയ്തു എന്നോർത്തോളൂ. മത്സ്യസമ്പത്തിന് വേണ്ടി സെറ്റ് ചെയ്തു 10-ാം തീയതി, അതാണ് സെപ്റ്റംബർ 10 പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ആ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. എങ്കിൽ മിഷൻ കർമ്മയോഗിയും വരുന്നത് അതേ മാസമാണ്. 2020 സെപ്റ്റംബർ 2 എല്ലാവരെയും കർമ്മനിരതരാക്കി. ഗാന്ധി ജയന്തിക്ക് 1 മാസം മുന്നേ എന്നും ഓർത്തോളൂ. 1 മാസം മുന്നേ തന്നെ കർമ്മനിരതരാക്കാനായിട്ട് ആ പദ്ധതി വന്നു. ആണ് മിഷൻ കർമ്മയോഗി. ഈസി അല്ലേ? 2020 ആ ഒരു കോവിഡ് ലോക്ക്ഡൌൺ കാലഘട്ടം മാത്രം ആലോചിച്ചാൽ മതി. ഈ സ്കീമുകളെല്ലാം നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ ക്ലാസിന്റെ ഒക്കെ നോട്ട് വേണം എന്നുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. മാത്രമല്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസിന്റെയും വീഡിയോയുടെ ലിങ്ക് ഞാൻ അവിടെയും ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സും മിസ്സാകത്തില്ല. അത് മാത്രമല്ല ഈ സീരീസിലെ അടുത്തടുത്ത ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അപ്പൊ അവിടെയും ജോയിൻ ചെയ്തോളൂ. ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. എങ്കിൽ നമുക്ക് ആദ്യത്തെ സ്കീമിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിർവിക് സ്കീമാണ്. ഞാൻ പറഞ്ഞു 2020 മാർച്ച് മാസത്തിലാണ് ലോക്ക്ഡൌൺ വന്നെങ്കിൽ അതിനും 1 മാസം മുന്നേ എല്ലാവരും വികാരാതീതരായിരിക്കും അല്ലേ, നിർവികാരപ്പെട്ടു എന്ന് ഓർത്തോളൂ. അതിൽ കൂടുതലും രാജ്യത്തിലേക്ക് പുറത്തോട്ടും പിന്നെ അവിടെ നിന്നും അകത്തോട്ടും വരാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യാം. അപ്പോ സ്വാഭാവികമായിട്ടും രാജ്യത്തിലോട്ട് പുറത്തോട്ട് വന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന മേഖലയും വന്ന് ഇടിഞ്ഞു കാണുമല്ലേ, നിർവികാരപ്പെട്ടു എന്ന് കണക്ട് ചെയ്യണം. ഇന്ത്യൻ കയറ്റുമതി മേഖലയെ ശക്തിപ്പെടുത്താനും ചെറുകിട കയറ്റുമതിക്കാർക്ക് കുറഞ്ഞ പലിശയിൽ ലോണും ഇൻഷുറൻസും ലഭ്യമാക്കുന്നതിനും വേണ്ടിയുള്ളതായിരുന്നു ഈ പദ്ധതി. കാരണം ആ സമയത്ത് ഏറ്റവും കൂടുതൽ താങ്ങ് കൊടുക്കേണ്ടത് അവർക്കാണ്. ലോക്ക്ഡൌൺ ആരംഭിക്കുന്നതിന് 1 മാസം മുന്നേക്ക് വന്നിട്ട് വിദേശത്തുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും തിരിച്ച് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നിന്ന് അങ്ങോട്ട് പോകാനും നമ്മുടെ സാധനങ്ങളൊക്കെ കയറ്റുമതിയൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര റെസ്ട്രിക്ഷൻ ആയിരുന്നു. കാരണം പല രാജ്യങ്ങളിലും കോവിഡ് പരക്കുന്ന സമയമാണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. വിദേശത്തോട്ട് കയറ്റുമതി ചെയ്യുന്ന മേഖല അത് പ്രകാരം ഇടിയാതിരിക്കാനായിട്ട് ലോണും ഇൻഷുറൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പദ്ധതിയാണ് നിർവിക് എന്ന് ഓർത്തോളൂ. എന്നാൽ ഈ പദ്ധതി പ്രകാരം എത്ര പെർസെന്റേജ് ആണ് ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നത് എന്ന് ചോദിക്കും. അത് 90% ആണ് എന്ന് ഓർത്തോളൂ. തുടക്കത്തിൽ 60%. ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ അണ്ടറിലായിരിക്കുമല്ലോ കയറ്റുമതിയൊക്കെ വരുന്നത്. ഈ ഇൻഡസ്ട്രിയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നു എന്ന് കണക്ട് ചെയ്താൽ മതി. അതാണ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. അണ്ടർ വിച്ച് ഓർഗനൈസേഷൻ ഈസ് നിർവിക് ഇംപ്ലിമെന്റഡ് എന്ന് ചോദിച്ചാൽ നിർവിക് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഏത് എന്ന് ചോദിച്ചാൽ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. കാരണം എക്സ്പോർട്ട് ചെയ്യുകയാണല്ലേ, കയറ്റുമതി ചെയ്യുകയാണ്. അപ്പൊ ആ ഓർഗനൈസേഷന്റെ അണ്ടറിൽ തന്നെ ആയിരിക്കും. അപ്പോ നിർവികിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓർക്കാനായിട്ടുള്ളത്. 2020 ഫെബ്രുവരി 1 ലോക്ക്ഡൌണിന് 1 മാസം മുന്നേ നിർവികാരപ്പെട്ടു കയറ്റുമതി മേഖല. അപ്പോ അങ്ങനെ പെടാതിരിക്കാനായിട്ട് ലോണും ഇൻഷുറൻസും നൽകി സഹായിച്ചു എന്ന് ഓർത്താൽ മതി. അടുത്ത് നോക്കാനുള്ളത് സ്വമിത്വ സ്കീം. ആദ്യം സ്കീമിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം, എന്നിട്ട് നമുക്ക് കോഡിലൂടെ കണക്ട് ചെയ്യാം. ഈ സ്കീം ആരംഭിക്കുന്നത് 2020 ഏപ്രിൽ 24 നാഷണൽ പഞ്ചായത്തി രാജ് ഡേയുടെ അന്നാണ്. ഞാൻ പറഞ്ഞായിരുന്നു കോവിഡ് ആദ്യത്തെ ലോക്ക്ഡൌൺ ആരംഭിക്കുന്നത് 2020 മാർച്ച് 25 അല്ലേ. അപ്പൊ ഓൾമോസ്റ്റ് 1 മാസം കഴിഞ്ഞിട്ടാണ് ഈ സ്കീമും ആരംഭിക്കുന്നത്. സ്വമിത്വ സ്കീം, സൗമ്യത പാലിക്കൂ എന്ന് PM പറഞ്ഞു എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തോളൂ. ഇതെന്ത് എന്നാൽ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് അവരുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ നൽകുക. ഇതിനായി ഡ്രോൺ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗ്രാമങ്ങളിലെ ജനവാസ മേഖലകൾ
മാപ്പ് ചെയ്യുന്ന പദ്ധതിയാണ് സ്വമിത്വ സ്കീം. നിങ്ങൾക്കറിയാം, കോവിഡ് ടൈമില് ആൾക്കാരെ പിടിക്കാനൊക്കെ ധാരാളം ഡ്രോൺ വന്നിട്ട് പോലീസുകാര് അയക്കുമായിരുന്നല്ലേ. ആ കൂട്ടത്തില് ഈ ഡ്രോണ് പോയിട്ട് ഗ്രാമീണ മേഖലകളിലുള്ള ജനങ്ങളുടെ ഉടമസ്ഥാവകാശത്തിലുള്ള ഭൂമിയുടെ ഈ സ്ഥലങ്ങളൊക്കെ വന്നിട്ട് ക്യാപ്ചർ ചെയ്തിട്ട് അതിന്റെ രേഖകളൊക്കെ അവർക്ക് മാപ്പ് ചെയ്ത് നൽകുകയും ചെയ്തു എന്ന് ഓർത്തോളൂ. അത് നമുക്ക് ഈ രീതിയിൽ കണക്ട് ചെയ്യാം. കോവിഡ് സമയത്ത് പഞ്ചായത്തിലുള്ള ഓരോ വ്യക്തിയും സൗമ്യത പാലിക്കണം, അല്ലെങ്കിൽ പരിശോധിക്കാൻ ഡ്രോൺ എത്തും എന്ന് PM പറഞ്ഞു. അതിലെ പഞ്ചായത്ത് എന്നാൽ പഞ്ചായത്തി രാജ് ദിനത്തിലാണ് ഈ പദ്ധതി വരുന്നത്. സൗമ്യത എന്നാൽ സ്വമിത്വ സ്കീമാണ്. 2020 ഏപ്രിൽ 24-നാണ്. പഞ്ചായത്ത് പോലെയല്ലേ, പഞ്ചായത്ത് ഗ്രാമം, അതൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യണം. ഗ്രാമീണ മേഖലയിലുള്ള ഓരോ ജനങ്ങളുടെയും അവരുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ നൽകാനായിട്ട് ഡ്രോണ് സഹായത്തിന് അയക്കുന്ന പദ്ധതിയാണിത് എന്നും കണക്ട് ചെയ്യൂ. അടുത്ത് നോക്കാനുള്ള പദ്ധതിയാണ് PM ഗരീബ് കല്യാൺ യോജന സ്കീം. ഈ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. പ്രധാനമന്ത്രി കല്യാണത്തിന് അന്നം നൽകുന്നത് പോലെ അന്നം നൽകുന്ന യോജന. ആർക്ക്? പാവപ്പെട്ടവർക്കും അന്യ സംസ്ഥാന തൊഴിലാളികൾക്കും. എപ്പോ? ലോക്ക്ഡൌൺ ആരംഭിച്ച് അടുത്ത ദിവസം മുതൽ 2020 മാർച്ച് 26 തൊട്ട്. കാരണം അതാത് സംസ്ഥാനത്തുള്ള അവിടെയുള്ള ആൾക്കാർക്ക് സ്വന്തം വീട്ടിലൊക്കെ പോയി ഉള്ളതൊക്കെ വെച്ച് കഴിക്കുകയല്ലേ കുറച്ചു കാലത്തേക്ക്. പക്ഷെ തീരെ പാവപ്പെട്ടവർക്കും അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന ആൾക്കാരും എന്ത് ചെയ്യും? അപ്പൊ അവർക്ക് ഭക്ഷണവും പണസഹായവും എത്തിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിനുവേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഇതും എന്നും കണക്ട് ചെയ്തോളൂ. COVID-19 പ്രതിസന്ധി ഘട്ടത്തിലെ പാവപ്പെട്ടവർക്കും കുടിയേറ്റ തൊഴിലാളികൾക്കും സൗജന്യ ഭക്ഷണവും നേരിട്ടുള്ള സഹായവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ്. ഇത് പ്രകാരം 5 കിലോ അരി അല്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പ്, പിന്നെ വന്നിട്ട് 1 കിലോഗ്രാം പൾസസ് പയറുവർഗ്ഗങ്ങൾ 80 കോടിയോളം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഇത് പ്രകാരം നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ അണ്ടറിലുള്ള ഗുണഭോക്താക്കൾക്കാണ് ഈ പദ്ധതി പ്രകാരമുള്ള പ്രയോജനം എത്തുന്നത്. ടോട്ടല് ഇതിന്റെ പാക്കേജ് ഗവൺമെന്റ് എത്ര രൂപയാണ് മാറ്റി വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.70 ലക്ഷം കോടി രൂപയുടെ പാക്കേജാണിത് എന്നും ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. എങ്കിൽ ഇനി നോക്കേണ്ടതാണ് PM സ്വനിധി സ്കീം. പ്രധാനമന്ത്രി സ്വന്തം നിധിയിൽ നിന്നും എടുത്ത് ലോണ് നൽകി എന്ന് കണക്ട് ചെയ്യണം. ആർക്ക്? തെരുവ് കച്ചവടക്കാർക്ക് അഥവാ സ്ട്രീറ്റ് വെൻഡേഴ്സിന്. എപ്പോ? 2020 ജൂൺ 1. 2020 കൃത്യം പകുതി ആവുമ്പോഴല്ലേ ജൂൺ 1 വരുന്നത്. അത് വെച്ചോർക്കൂ. അല്ല എന്നുണ്ടെങ്കിൽ നമ്പർ 1 തെരുവ് കച്ചവടക്കാരനായ ജോണിനാണ് നൽകിയത്. അതാണ് ജൂൺ 1. അതും പ്രധാനമന്ത്രി സ്വന്തം നിധിയിൽ നിന്ന് എടുത്താണ് നൽകിയത് എന്നും കണക്ട് ചെയ്യണം. ഇത് ഇംപ്ലിമെന്റ് ചെയ്ത ഏജൻസി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിഡ്ബി ആണ്. സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഏത് മിനിസ്ട്രിയുടെ അണ്ടറിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന്റെ അണ്ടറിലാണ് ഇത് എന്നും കണക്ട് ചെയ്തോളൂ. COVID-19 ലോക്ക്ഡൌൺ കാരണം പ്രതിസന്ധിയിലായ തെരുവ് കച്ചവടക്കാർക്കും അവരുടെ ബിസിനസ് വീണ്ടും തുടങ്ങാൻ കുറഞ്ഞ പലിശ നിരക്കിൽ PMന്റെ അണ്ടറിൽ നിന്നും ലോൺ കൊടുക്കുന്ന പദ്ധതിയാണ് ഇത് എന്നും കണക്ട് ചെയ്യണം. അതിൽ ഏതൊക്കെ രീതിയിലാണ് ലോൺ എത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ 10,000 രൂപയായിരിക്കും നൽകുന്നത്. അത് കൃത്യമായിട്ട് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ 20,000 രൂപയും നൽകും. അതും അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാം ഘട്ടത്തിൽ 50,000 രൂപ വരെ കൃത്യമായിട്ട് അടയ്ക്കുന്നവർക്ക് നൽകുന്ന പദ്ധതിയാണ്. എത്ര പെർസെന്റേജ് പലിശയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7% ആണ് ഇതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ PM സ്വനിധിയിൽ നിന്നും നമുക്ക് ഓർത്തിരിക്കാനുള്ളത്. സ്വന്തം നിധിയിൽ നിന്നും തെരുവ് കച്ചവടക്കാർക്ക് ലോണായി നൽകി. എപ്പോ? 2020 കൃത്യം പകുതി ജൂൺ 1 എന്നും കണക്ട് ചെയ്യൂ. എങ്കിൽ അടുത്ത് നോക്കേണ്ടതാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ. ആ സമയത്ത് പോയ ആത്മാക്കളെ തൊട്ട് നമ്മുടെ രാജ്യം സ്വയം പര്യാപ്തമാകും എന്ന് ശപഥം ചെയ്തു എന്ന് കണക്ട് ചെയ്യണം. എപ്പോ? 2020 മെയ് 1-2. മെയ് 1 തൊഴിലാളി ദിനം കൂടെ ഒരു 2ഉം കൂടെ ചേർത്ത് ആത്മനിർഭർ ഭാരത് അഭിയാൻ ആരംഭിച്ചു എന്നോർക്കുക. ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തമാക്കുക, ആഗോള വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതിന് ഗവൺമെന്റ് 20 ലക്ഷം കോടിയാണ് വന്നിട്ട് ബഡ്ജറ്റ് ഇട്ടത്. അതായത് നമ്മുടെ ഇന്ത്യയുടെ GDPയുടെ ഏകദേശം 10% ഇത് വരുന്നത്. ആത്മനിർഭർ ഭാരതിന്റെ സ്ലോഗൻ എന്ത് എന്നാൽ വോക്കൽ ഫോർ ലോക്കൽ എന്നതാണ്. പ്രാദേശിക ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അല്ലെ, കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിലെ എക്കണോമിയിൽ വളരെ അധികം അടിവീണിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മറികടക്കുക എന്നുള്ളതാണ് ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ലക്ഷ്യം തന്നെ. ആത്മനിർഭർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്വയം പര്യാപ്തത
എന്നുള്ളതാണ്. ഇതിലേക്കായിട്ട് 5 മെയിൻ പില്ലർ ആയിട്ടുള്ള സെക്ടേഴ്സിലുള്ള ഡെവലപ്മെന്റ് ആണ് ഗവൺമെന്റ് ഉദ്ദേശിച്ചത്. ഒന്നാമത്തത് എക്കണോമി, സാമ്പത്തിക മേഖല തന്നെയാണ്. ക്വാണ്ടം ജമ്പ് ആയിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്, സഡൻ ആയിട്ടുള്ളതും ശാശ്വതമായിട്ടുള്ളതുമായിട്ടുള്ള വളർച്ച. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യം. ഏതൊരു രാജ്യത്തിലെയും വന്നിട്ട് അടിസ്ഥാന സൗകര്യം വന്നിട്ട് ഡെവലപ്പ് ആയാൽ മാത്രമേ അവിടുത്തെ എക്കണോമി വന്നിട്ട് ഡെവലപ്പ് ആകത്തുള്ളൂ. ഇത് എക്കണോമിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂളാണ്. ഉദാഹരണത്തിന് ട്രിവാൻഡ്രത്തുള്ള ഒരു വ്യക്തിക്ക് കാസർഗോഡിലേക്ക് 2 മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയുകയും തിരിച്ച് കാസർഗോഡുള്ള ഒരു വ്യക്തിക്ക് ട്രിവാൻഡ്രത്തേക്ക് 2 മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയുകയും അവിടെയുള്ള ബിസിനസ് ഐഡിയാസ് ഇവിടെയുള്ള ബിസിനസ് ഐഡിയാസ് അവിടെയും പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ പുതിയ തൊഴിൽ മേഖലയാണ് അവിടെ ഉടലെടുക്കുന്നത്. ധാരാളം ആൾക്കാർക്ക് പുതിയ പുതിയ തൊഴിൽ അവസരങ്ങൾ വരുമല്ലേ. അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ പല രീതിയിലും ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം ഉറപ്പായിട്ടും എക്കണോമിയിൽ അതിനനുസരിച്ചുള്ള വളർച്ച കാണിക്കും. അപ്പൊ എക്കണോമിയുടെ ഏറ്റവും അടിസ്ഥാനം വന്നിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് എന്നോർത്തോളൂ. പിന്നെ അടുത്ത പില്ലർ എന്ത് എന്നാൽ ഇത് ഡിജിറ്റൽ യുഗമാണ്. അപ്പൊ നമ്മുടെ രാജ്യം ടെക്നിക്കലി വളരണം. ടെക്നിക്കലി സ്വയം പര്യാപ്തമാകുമ്പോൾ മാത്രമേ നമുക്ക് മറ്റൊരു രാജ്യത്തിനെയും ആശ്രയിക്കാതെ അല്ലെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ വന്നിട്ട് നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം ഡെവലപ്പ് ആവുക എന്നുള്ളതാണ് അടുത്ത പില്ലർ. പിന്നെ വൈബ്രന്റ് ആയിട്ടുള്ള ഡെമോഗ്രാഫി, ഊർജ്ജസ്വലരായിട്ടുള്ള ജനസംഖ്യ, ജനങ്ങളെ എല്ലാ രീതിയിലും വന്നിട്ട് സ്വയം പര്യാപ്തമാകണം. വിദ്യാഭ്യാസത്തിന്റെ ആണെന്നുണ്ടെങ്കിലും ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെ ആണെന്നുണ്ടെങ്കിലും തൊഴിൽ മേഖലയിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനെയും വന്നിട്ട് ജനങ്ങളെ വന്നിട്ട് സ്വയം പര്യാപ്തമായി നമ്മുടെ രാജ്യത്തെ പ്രോഡക്റ്റ് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ച് അതിന് ലോകത്തുള്ള എല്ലായിടത്തും വന്നിട്ട് ഡിമാൻഡ് ഉണ്ടാക്കണം എന്നുള്ളതാണ് അടുത്ത പില്ലർ. ഇപ്പൊ മെയ്ഡ് ഇൻ ചൈന എന്നൊക്കെ കേട്ടില്ല, അതിനൊക്കെ ഡിമാൻഡ് ആണല്ലേ. അതുപോലെ ഇന്ന് നമ്മുടെ രാജ്യവും വന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യം ഭാവിയിൽ നമ്മുടെ രാജ്യത്തുള്ള പ്രോഡക്റ്റിനെല്ലാം വന്നിട്ട് നല്ല ഡിമാൻഡ് വരുത്തുക. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത്. വരുന്നത് 2020 മെയ് 12. മെയ് 1 തൊഴിലാളി ദിനം, ഒരു കൂടെ 2 കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മെയ് 1, 2 ആ രീതിയിൽ ഓർത്താൽ മതി. ധാരാളം ആത്മാക്കൾ വെടിഞ്ഞ വർഷമാണല്ലേ നമ്മുടെ രാജ്യത്തു നിന്നും 2020 കോവിഡ് കാലഘട്ടം. അപ്പൊ അത് വെച്ചിട്ട് ഓർത്താൽ മതി. അപ്പോ ആത്മാവ് എന്നാൽ ആത്മനിർഭർ ഭാരതം വന്നത് 2020 ആ രീതിയിൽ കണക്ട് ചെയ്യണം. എങ്കിൽ ഇനി നോക്കേണ്ടതാണ് പ്രധാനമന്ത്രി ഇ വിദ്യ സ്കീം. ഇതും ആത്മനിർഭർ ഭാരതിന്റെ അണ്ടറിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഓർത്തോളൂ. 2020 മെയ് 17 ആത്മനിർഭർ ഭാരത് സ്കീം ആരംഭിച്ച് 5 ദിവസം കഴിഞ്ഞിട്ടാണ് അതിന്റെ അണ്ടറിലുള്ള പ്രധാനമന്ത്രി ഇ വിദ്യ സ്കീം ആരംഭിച്ചത് എന്ന്. ആത്മനിർഭർ ഭാരത് ആണെന്നുണ്ടെങ്കിൽ 2020 മെയ് 12 ആരംഭിക്കുന്നത്. ഇത് പ്രകാരം COVID-19 ലോക്ക്ഡൌൺ സമയത്ത് കുട്ടികൾക്ക് പഠനം തടസ്സപ്പെടാതിരിക്കാൻ ഡിജിറ്റൽ, ഓൺലൈൻ, റേഡിയോ, TV മാധ്യമങ്ങൾ വഴിയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിന്റെ കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതാണ് വൺ നാഷൻ വൺ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അല്ലെ. ആ സമയത്താണ് ആദ്യമായി ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഒക്കെ നമ്മുടെ രാജ്യത്ത് വ്യാപകമായി ആരംഭിച്ചിരുന്നത് അല്ലേ. ഏത് മിനിസ്റ്ററാണ് ഇത് അനൗൺസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമനാണ്. ഇത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ അണ്ടറിലാണ്. കാരണം പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്നതാണല്ലേ, സ്വാഭാവികമായിട്ടും എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ അണ്ടറിലായിരിക്കും. എന്നാൽ ഇത് പ്രകാരം ദീക്ഷ ഒഫീഷ്യൽ പോർട്ടൽ വഴി എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്കൂൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഈ കണ്ടന്റ് ലഭ്യമാക്കുന്നു. 1 ക്ലാസ് 1 TV ചാനൽ ആരംഭിച്ചു. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് 12 സ്വയം പ്രഭ DTH ചാനലുകൾ വഴി വിദ്യാഭ്യാസവും നൽകി എന്നോർത്തോളൂ. പിന്നെ കാഴ്ച കേൾവി വൈകല്യമുള്ള കുട്ടികൾക്ക് പ്രത്യേക ഡിജിറ്റൽ പഠന സാമഗ്രികളും ആംഗ്യ ഭാഷാ ചാനലുകളും ആരംഭിച്ചിരുന്നു. പിന്നെ മനോ ദർപ്പൺ എന്ന ഹെൽപ്പ് ലൈനും ആരംഭിച്ചു. കാരണം പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അധ്യാപകര്, പിന്നെ വന്നിട്ട് അവരുടെ പാരന്റ്സിനൊക്കെ വന്നിട്ട് മാനസികാരോഗ്യവും അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഇത് പ്രകാരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഹെൽപ്പ് ലൈൻ ആയിരുന്നു മനോ ദർപ്പൺ. പിന്നെ അടുത്ത് ആരംഭിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഇല്ലാത്ത വിദൂര പ്രദേശങ്ങളിലെ കുട്ടികൾക്കായി റേഡിയോ കമ്മ്യൂണിറ്റി, പിന്നെ റേഡിയോ ബ്രോഡ്കാസ്റ്റുകളെല്ലാം വഴി വന്നിട്ട് ഉറപ്പായിട്ടും വിദ്യാഭ്യാസം എത്തിക്കുന്ന പരിപാടിയായിരുന്നു ശിക്ഷ വാണി. റേഡിയോ വഴിയുള്ള പരിപാടിയായിരുന്നു. പിന്നെ ടോപ്പ് ആയിട്ടുള്ള 100 യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 100 സർവകലാശാലകളിൽ ഓൺലൈൻ കോഴ്സുകൾ നേരിട്ട് ആരംഭിക്കാനുള്ള അനുമതിയും നൽകി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് PM ഇ വിദ്യ സ്കീമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത്. എങ്കിൽ അടുത്തത് നോക്കേണ്ടതാണ് ആത്മനിർഭർ ഭാരതിന്റെ സ്കീമിന്റെ അണ്ടറിൽ തന്നെയുള്ള ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. ഇത് ആരംഭിക്കുന്നത് 2020 ഒക്ടോബർ 1 ആത്മനിർഭർ ഭാരത് ആരംഭിച്ചത് 2020 5-ാം മാസം അല്ലേ, 5-ാം മാസം 1, 2 എങ്കിൽ ഇത് ആരംഭിക്കുന്നത് 10-ാം മാസം, 5ന്റെ ഇരട്ടിയാണ് 10-ാം മാസം. 10-ാം മാസം 1-ാം തീയതി അല്ല എന്നുണ്ടെങ്കിൽ ഗാന്ധി ജയന്തിയുടെ തലേ ദിവസം. ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ COVID-19 പ്രതിസന്ധിക്ക് ശേഷം രാജ്യത്ത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായിട്ട് തൊഴിലുടമകൾക്ക് സാമ്പത്തിക സഹായവും ഇളവുകളും നൽകണം അല്ലേ. ഈ പുതിയ തൊഴിലവസരം സൃഷ്ടിക്കാനായിട്ട് എല്ലാം ചെയ്തിരുന്നാലും ആ സമയത്ത് ഈ തൊഴിലുടമകൾക്കൊക്കെ വന്നിട്ട് വൻ പ്രതിസന്ധിയായിരുന്നു. അപ്പൊ ഗവൺമെന്റ് ഒരു താങ്ങ് കൊടുത്തിരുന്നാൽ മാത്രമേ
അവർക്കെല്ലാം പിടിച്ച് നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഈ പദ്ധതി വഴി പുതിയ ജീവനക്കാരുടെയും കമ്പനികളുടെയും പ്രോവിഡന്റ് ഫണ്ട് വിഹിതം ഗവൺമെന്റ് നേരിട്ട് അടച്ച് നൽകുന്നു എന്നും ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോളൂ. അത് ഏത് മന്ത്രാലയത്തിന്റെ അണ്ടറിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് അഥവാ തൊഴിൽ മന്ത്രാലയത്തിന്റെ അണ്ടറിലാണ്. കാരണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടല്ലേ, സ്വാഭാവികമായിട്ടും തൊഴിൽ മന്ത്രാലയമായിരിക്കും ഇതിനു വേണ്ടിയിട്ടുള്ള മിനിസ്ട്രി എന്ന് കണക്ട് ചെയ്യൂ. എങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജൻസി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ആണ്. കാരണം ഗവൺമെന്റ് വന്നിട്ട് തൊഴിലാളിയുടെയും ഉടമസ്ഥതയിലുള്ള ആളുടെയും വന്നിട്ട് അവരുടെ പ്രോവിഡന്റ് ഫണ്ടിന്റെ ഷെയർ ആണ് വന്നിട്ട് ഗവൺമെന്റ് നൽകുന്നത്. അതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്, അത് നമുക്ക് നോക്കാം. ഈ ആനുകൂല്യം ലഭിക്കുന്ന ജീവനക്കാരന്റെ മാസ ശമ്പളം 15,000 രൂപയിൽ താഴെ ആയിരിക്കണം. ഫസ്റ്റ് ഡിമാൻഡ് അതാണ്. പിന്നെ 1000 വരെ ജീവനക്കാരുള്ള കമ്പനികളിൽ ജീവനക്കാരന്റെ വിഹിതം 12%, തൊഴിലുടമയുടെ വിഹിതം 12% ഉൾപ്പെടെ ആകെ 24% PF വിഹിതം കേന്ദ്ര സർക്കാർ അടയ്ക്കുന്നത് കോവിഡ് കാലഘട്ടം ആയതുകൊണ്ട് ഈ പദ്ധതിയുടെ അണ്ടറില്. എങ്കിൽ 1000-ൽ കൂടുതൽ ജീവനക്കാരുള്ള കമ്പനികളിൽ ജീവനക്കാരന്റെ വിഹിതം മാത്രമായിട്ടുള്ള 12% PF വിഹിതം മാത്രമേ കേന്ദ്ര സർക്കാർ അടയ്ക്കൂ എന്നും ഓർത്തു വെക്കണം. അപ്പോ ചെറിയ ചെറിയ കമ്പനികളിലുള്ളവർക്കാണ് ഈ താങ്ങും സഹായവും ഒക്കെ നൽകിയിരുന്നത്. 1000-ന് മുകളിലാണെന്നുണ്ടെങ്കിൽ ജീവനക്കാരൻ്റെത് മാത്രമേ ഗവൺമെന്റ് നോക്കത്തുള്ളൂ. പുതുതായി ജോലിയിൽ പ്രവേശിച്ച തീയതി മുതൽ 2 വർഷത്തേക്കുള്ള കാലയളവിൽ ജോലിക്ക് ചേർന്നവർക്കായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നത്. അവരെ ആയിരിക്കും ഗവൺമെന്റ് അവരുടെ PF ഒക്കെ നൽകി കൈത്താങ്ങായിട്ട് പിടിച്ചു നിൽക്കുന്നത്. അപ്പോ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന എന്നാൽ ആത്മനിർഭർ ഭാരതിന്റെ അണ്ടറിൽ വന്ന പദ്ധതി. അത് 5-ാം മാസമാണെന്നുണ്ടെങ്കിൽ ഇത് 10-ാം മാസം തൊഴിലുടമകൾക്കും അവിടെ ജോലിക്ക് നിൽക്കുന്ന ആൾക്കാർക്കും വന്നിട്ട് താങ്ങായിട്ട് PF നൽകി സഹായിക്കുന്ന പദ്ധതി. എപ്പോ 2020 ഒക്ടോബർ 1-ന് ആ രീതിയിൽ ഓർത്തോളൂ. എങ്കിൽ അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന 2020. നമ്മൾ പറഞ്ഞ പോലെ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത് ഫിഷിംഗ് വീഡിയോസും പിന്നെ മീനൊക്കെ കറി വെച്ച് തിന്നുന്നതാണ്. അപ്പൊ അത് വെച്ചിട്ട് 2020 സെപ്റ്റംബർ 10-ല് മത്സ്യസമ്പത്ത് സെറ്റ് ചെയ്തു എന്നാൽ സെപ്റ്റംബർ ആണ്. സെപ്റ്റംബർ 10-നാണത് ലോഞ്ച് ചെയ്യുന്നത്. ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഫിഷറീസ് ആൻഡ് അനിമൽസ് ഹസ്ബൻഡറി ആൻഡ് ഡയറിംഗ്. സ്വാഭാവികമായിട്ടും മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട മിനിസ്ട്രി തന്നെയാണ്. ഇന്ത്യയിലെ മത്സ്യബന്ധന മേഖലയുടെ സുസ്ഥിര വികസനത്തിലൂടെ നീല വിപ്ലവം കൊണ്ടുവരിക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം ഇരട്ടിയാക്കുക. നിങ്ങൾക്കറിയാം നീല വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ അല്ലേ, നീലക്കടലിൽ ഉണ്ടാവുന്ന വിപ്ലവം. നീലക്കടലിൽ നിന്നും നമ്മൾ മത്സ്യമല്ലേ കൂടുതൽ പിടിക്കുന്നത്, അങ്ങനെ കണക്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ഈ വിപ്ലവങ്ങളെ കുറിച്ചുള്ള ക്ലാസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കോഡിലൂടെ. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണൂ, പ്ലേലിസ്റ്റിൽ ഉണ്ടാകും. സ്റ്റാറ്റിക് GK എന്ന ഭാഗത്ത് നോക്കിയാൽ മതി. എങ്കിൽ മത്സ്യബന്ധന മേഖലയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നിക്ഷേപമായിരുന്നു ഈ പദ്ധതിക്കായിട്ട് ഗവൺമെന്റ് ചെലവഴിച്ചത്. ഏകദേശം 20,050 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെലവഴിച്ചതെന്നും ഓർത്തോളൂ. അപ്പൊ വരുന്നത് 2020 സെപ്റ്റംബർ 10. സെപ്റ്റംബറിൽ സെറ്റ് ചെയ്തു മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി. അങ്ങനെ വേണം കണക്ട് ചെയ്യാൻ. എങ്കിൽ ഇനി നോക്കാനുള്ളതാണ് മിഷൻ കർമ്മ യോഗി. ഇത് വരുന്നത് 2020 സെപ്റ്റംബർ 2. 2020 സെപ്റ്റംബർ 2-ന് സെറ്റ് ചെയ്യണം ഗവൺമെന്റ് എംപ്ലോയീസിനെയും IAS-കാരെയും. കാരണം കോവിഡ് ആണ്, വളരെ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധി കാലഘട്ടമാണ്. അപ്പൊ പഴയതുപോലത്തെ ട്രെയിനിങ് ഒന്നും പോരാ, അവരെ കുറച്ചും കൂടെ കർമ്മനിരതരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആ വർഷത്തെ ഗാന്ധി ജയന്തിക്ക് 1 മാസം മുന്നേ വന്നു എന്നോർത്തോളൂ. അല്ല എന്നുണ്ടെങ്കിൽ 2020 സെപ്റ്റംബർ 2-ന് അവരെ സെറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് നൽകാനായിട്ട് പോകുന്നു എന്നും കണക്ട് ചെയ്യണം. ഇത് വേറൊന്നുമല്ല, സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനക്ഷമത, സർഗാത്മകത, സാങ്കേതിക ജ്ഞാനം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി അവരുടെ പരിശീലന രീതികൾ പൂർണ്ണമായും പരിഷ്കരിക്കുക. കാരണം കോവിഡ് കാലഘട്ടമാണ്, പഴയ പരിശീലനമൊന്നും പറ്റൂല. അതുകൊണ്ട് അവരെ കൂടുതൽ കർമ്മനിരതരാകുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ചതാണ്. പിന്നെ റൂൾ ബേസ്ഡ് സംസ്കാരത്തിൽ നിന്നും റോൾ ബേസ്ഡ് സംസ്കാരത്തിലേക്ക് സിവിൽ സർവീസിനെ മാറ്റുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം. അപ്പൊ ഗവൺമെന്റ് എംപ്ലോയീസിനെയും സിവിൽ സർവന്റിനെയൊക്കെ വന്നിട്ട് കൂടുതലും വന്നിട്ട് അവർക്ക് പരിശീലനമൊക്കെ നൽകി അവരെ കുറച്ചും കൂടെ നല്ല റോൾ മോഡൽസ് ആക്കി മാറ്റണം. കാരണം കോവിഡ് കാലഘട്ടമാണ് എന്ന് ചിന്തിച്ചാൽ മതി. ഇതിലെ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്ങിന്റെ അണ്ടറിലാണ്. കാരണം പേഴ്സണൽ ട്രെയിനിങ് ആണ് അവർക്ക് എല്ലാവർക്കും നൽകുന്നതല്ലേ. ഇതിന്റെ തലപ്പത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള പബ്ലിക് ഹ്യൂമൻ റിസോഴ്സ് കൗൺസിലാണ് ഇതിന്റെ തലപ്പത്ത്. ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിന്റെ പേരാണ് iGOT കർമ്മയോഗി. അതിൽ ഇവർക്കായിട്ടുള്ള കോഴ്സുകൾ ഉണ്ടാവും. അത് അറ്റൻഡ് ചെയ്തിട്ട് അതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അത് അറ്റൻഡ് ചെയ്ത് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ജയിക്കുമ്പോഴത്തേക്കും ഇവർക്ക് സർട്ടിഫിക്കറ്റിന്റെ രൂപേണയാണ് അത് ലഭിക്കുന്നത്. ആ സർട്ടിഫിക്കറ്റ് നേടണമെന്നാണ്, അതാണ് അവരുടെ സ്പെഷ്യൽ ട്രെയിനിങ്. അപ്പൊ കർമ്മയോഗി എന്നാൽ
ഗവൺമെന്റ് എംപ്ലോയീസിനെയും IAS കർമ്മനിരതരാക്കാനായിട്ട് 2020 സെപ്റ്റംബർ 2 സെറ്റ് ചെയ്ത പരിപാടി. അല്ല എന്നുണ്ടെങ്കിൽ ഗാന്ധി ജയന്തിക്ക് ഒരു മാസം മുന്നേ ആ രീതിയിൽ കണക്ട് ചെയ്യണം. അപ്പോ നമുക്ക് ഈ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നോക്കാനുള്ളത്. അപ്പോൾ സ്കീമിന്റെ സീരീസ് ഇവിടെ തീരുന്നില്ല. വരുന്ന ക്ലാസ്സുകളിൽ തുടർന്നുള്ള വർഷങ്ങളിലുള്ള സ്കീമുകൾ നമുക്ക് നോക്കാം. അത് മാത്രമല്ല 2014 മുമ്പേ ഉള്ള സ്കീമുകൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അതും നമുക്ക് പ്രത്യേകിച്ച് ഒരു ക്ലാസ് ആക്കി തന്നെ നോക്കാം. ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ട് വേണം എന്നുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. സ്കീമിന്റെ സീരീസിലുള്ള എല്ലാ വീഡിയോസും ഞാൻ അവിടെ റെഗുലറായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാകത്തില്ല. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സിന്റെ വീഡിയോയും ഞാൻ അവിടെ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് റെഗുലറായിട്ട് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യാനും മറക്കരുത്. ദിസ് ഇസ് വിഷ്ണു ജി രഞ്ജിത്ത്. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.